ഒരു സന്ധ്യ സമയത്ത് പാടത്തിൻ്റെ ഈ വരമ്പിലൂടെയൊക്കെ ഇങ്ങനെ നടന്നു പോകാൻ തന്നെ എന്ത് രസമല്ലേ. അവിടെ ഇവിടെ ഇങ്ങനത്തെ തരം പൂക്കളാണ് ഇപ്പോൾ നിരവധി ഉള്ളത് കേട്ടോ. ചെറിയ ചെറിയ പൂക്കൾ, ഇങ്ങനെ കുറിഞ്ഞൊന്നുമല്ല. മൃഗശല്യങ്ങൾ, അതായത് പ്രത്യേകിച്ച് ആനയുടെ ശല്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു ഏരിയയിൽ ഭയങ്കര ഇഷ്ടമാണ്. ഇത് മുണ്ടങ്ങമറ്റും സെബിയൂർ വഴിയിൽ സഞ്ചരിച്ചാൽ കാണാൻ പറ്റുന്ന ഒരു പാടമാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. തോട്, പാടം, എങ്ങനെയുണ്ട് ഗ്രാമക്കാഴ്ചകൾ, കൊള്ളാമോ? ഒരു സന്ധ്യ സമയത്ത് പാടത്തിൻ്റെ ഈ വരമ്പിലൂടെയൊക്കെ ഇങ്ങനെ നടന്നു പോകാൻ തന്നെ എന്ത് രസമല്ലേ. ഈ ഒരു കാഴ്ച എങ്ങനെയുണ്ട്? ഭയങ്കര രസമല്ലേ. വീടിൻ്റെ അടുത്താണോ? ചേട്ടൻ്റെ പേരോ? ഫ്രാൻസിസ്. എന്താ ചെയ്യണേ? വക്കീലാണ്. കൃഷി എന്തെങ്കിലും ഉണ്ടോ? കൃഷി കൂണ്. കൂണുണ്ടല്ലേ? ഇവിടെ നിന്ന് ഡെയിലി കുളിച്ചിട്ട് പോകുള്ളൂ. അങ്ങനെയൊന്നുമില്ല. അപ്പോൾ പിന്നെ കാണാം എന്തായാലും. ലൈനോജ്. ശരിയാന്നാ. ഒരു ഉള്ളു വഴിക്ക് കയറി വരുന്നു കേട്ടോ. ഇവിടെ നിന്ന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊറ്റമത്ത് വന്നിട്ട് നമ്മൾ കളമ്പാട്ടുപുരം ഒന്ന് കയറിയിട്ട് ഇച്ചിരി ഉൾവഴിക്ക് കയറി വന്നാലാണ് ഇങ്ങനൊരു സ്പോട്ടിലേക്ക് എത്താൻ പറ്റുള്ളൂ. അധികം ആരും പെട്ടെന്ന് ഈ വരാത്തൊരു സ്പോട്ടായതുകൊണ്ട് തന്നെ നല്ല മനോഹരമായി തന്നെയാണ് ഇവിടെ കിടക്കുന്നത്. ചപ്പുചവറുകളോ മാലിന്യങ്ങളോ ഒക്കെ കുറവാണ്. തോടിൻ്റെ അറ്റം വരെ ടാർ ചെയ്തിട്ടുണ്ട്. വീതി കുറവാണ്, ഈ വഴിക്കൊക്കെ വീതി കുറവായതുകൊണ്ട് ബൈക്കിലൊക്കെ വരുന്ന ആൾക്കാർക്ക് വളരെ സുഖമായിട്ട് ഇവിടെ എത്താൻ പറ്റുന്ന, എത്തിച്ചേരാൻ പറ്റുന്ന ഒരു സ്പോട്ടിലാണ് ഈ ഒരു തോട്, മുക്കടായി തോടിൻ്റെ ഈ ഒരു കടവുള്ളത്. വളരെ മനോഹരമായിട്ടുള്ളൊരു കടവാണ്. അധികമായിട്ടും ശ്രദ്ധിക്കാതെ പോകുന്നൊരു സ്പോട്ടായതുകൊണ്ട് അത് വളരെ മനോഹരമായി തന്നെയാണ് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ ഒത്തിരി കൃഷി കാര്യങ്ങളൊക്കെ ഈ ഇതിൻ്റെ പരിസരത്ത് ധാരാളമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. കൃഷിക്കാരാണ് ചുറ്റുമുള്ളത്. നല്ല ഭംഗിയായിട്ടാണ് ഈ തോട് ഒഴുകുന്നത്. ഇവിടെ പെരിയാറിലേക്കാണ് ഈ തോട് വന്ന് ചാടുന്നത്. മുക്കടായി തോടിൻ്റെ ഉത്ഭവസ്ഥാനം ഞാൻ മനസ്സിലാക്കുന്നത് പ്ലാന്റേഷൻ, കാലടി പ്ലാന്റേഷൻ ഉൾക്കാടുകളിൽ നിന്നാണ്. അതിരപ്പള്ളി ആ ഭാഗങ്ങളിൽ നിന്നൊക്കെ ഒഴുകി വരുന്ന വെള്ളമാണ് ഈ മുക്കടായി തോട്. അപ്പോൾ ഇതൊരു ഹിഡൻ സ്പോട്ടാണ്. മലയാറ്റൂർ വരുന്ന ആളുകൾ ആർക്കും അറിയാത്തത്, നാട്ടുകാർക്ക് ഒരു പക്ഷേ അറിയുന്നതിനേക്കാൾ ഉപരിയായിട്ട് മറ്റുള്ളവർക്ക് ഇത് അറിയണമെന്നില്ലാത്ത ഒരു സ്പോട്ടാണ്. കുളിക്കാനുള്ള ഭാഗത്തിനൊക്കെ മനോഹരമായി തന്നെയാണ് ഇവരിത് കെട്ടി നിർത്തിയിരിക്കുന്നത്. സ്റ്റെപ്പുകളൊക്കെ ഇട്ടിട്ട് താഴേക്ക് നല്ല ഭംഗിയായിട്ട് തന്നെയാണ് അത് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ക്ലീനാണ്. സാമൂഹ്യ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇവിടെ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. വളരെ മനോഹരമായി തന്നെ നീറ്റായിട്ട് തന്നെ ഈ ഒരു തോട് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നുണ്ട്. ഭയങ്കര രസമാണ്. എങ്ങും പച്ചപ്പല്ലേ. ഈ മരം ഉണ്ടല്ലോ, ഒരു സമയത്ത് നന്നായിട്ട് പൂത്ത് നല്ല കളറുള്ള പൂക്കളുണ്ടാവും കേട്ടോ. ആ സമയത്താണ് ഇവിടെ വിസിറ്റ് ചെയ്യേണ്ടത്. ഭയങ്കര മനോഹരമാണ് ആ സമയത്ത്. എനിക്കൊന്ന് വേനൽക്കാലം ആകുന്ന സമയത്താണ്, ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ഈ മരം മൊത്തത്തിൽ പൂത്തുലയുന്നത്. വയലറ്റോ പിങ്കോ എന്തോ കളറാണ്, ഞാൻ ഓർക്കുന്നില്ല. ആണ്ടോ സ്റ്റെപ്പൊക്കെ ഇട്ടിരിക്കുന്നത്. ഇതാ ഞാൻ പറഞ്ഞത്, വളരെ മനോഹരമായി തന്നെ ഈ സ്റ്റെപ്പൊക്കെ വന്ന് കുളിച്ചിട്ട് പോകാൻ പറ്റും. നല്ലൊരു ലാൻഡ്സ്കേപ്പാണ്. വളരെ മനോഹരമായിട്ട് തന്നെയാണ് ഇത് ഇരിക്കുന്നത്. പശുക്കൾക്ക് തീറ്റ കൊടുക്കാനായിരിക്കും. പിന്നെ അവിടെ കവുങ്ങ്, ജാതിക്ക തോട്ടമൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. റബ്ബർ മരങ്ങളാണ് അപ്പുറത്തെ പറമ്പിൽ കാണാൻ പറ്റുന്നത്. അവിടെ ചെറിയ നാട്ടുവഴി പോലത്തെ വഴികളൊക്കെയാണ്. ഭയങ്കര രസമല്ലേ ഈ വഴികളൊക്കെ ഇങ്ങനെ നടന്നു പോകാനൊക്കെ ആയിട്ട്. പശുക്കൾക്കൊക്കെ നല്ല രീതിയിൽ തീറ്റ കൊടുക്കാനുള്ള സംഗതികളൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെയുള്ള പശുക്കൾക്ക് ക്ഷാമം ഉണ്ടാവില്ല എന്തായാലും. ഭയങ്കര രസമുള്ളൊരു വഴിയാണ് കേട്ടോ. ഇങ്ങനെയുള്ളൊരു വഴിയിലൂടെയാണ്, ഒരു ചെറിയൊരു വഴിയാണ്. 2 വണ്ടി വന്നാൽ പെട്ട് കേട്ടോ. ഒരു 4 വീലർക്ക് കഷ്ടി വരാൻ പറ്റുന്ന ഒരു വീതിയാണ് ഉള്ളത്. ഇത് മലയാറ്റൂർക്കാർക്ക് അത്ര സുപരിചിതമല്ലാത്ത സ്ഥലമാണ് കേട്ടോ. മലയാറ്റൂർ വരുന്നവർക്കും അത്ര അറിയപ്പെടാൻ സാധ്യതയില്ലാത്തൊരു സ്ഥലം കൂടിയാണ്.
ശരിക്കും ഞാൻ നോക്കിയിട്ട് ഇവിടെ നന്നായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നൊരു സ്പേസ് ഉണ്ട്. സിനിമ ഷൂട്ടുകളും അല്ലെങ്കിൽ ആൽബംസൊക്കെ വേണ്ടി വന്നാൽ വെഡ്ഡിങ്ങിൻ്റെയൊക്കെ ഷൂട്ടൊക്കെ നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കുന്ന ഒരു ഏരിയ കൂടിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കണ്ടിട്ട്. നല്ല ലൊക്കേഷനാണ്. ഞാൻ എന്തായാലും കുറച്ച് ദൂരം നമുക്ക് ക്യാമറ എടുത്തിട്ട് അങ്ങ് നടന്നു നോക്കാം. ഈ ഒരു വഴിയിലൂടെ, വഴിച്ചാലിലൂടെ നമുക്ക് കുറച്ച് ദൂരം നടക്കാം. കണ്ടില്ലേ, നാട്ടുമ്പുറ വഴികളാണ്, നാട്ടുമ്പുറ കൃഷിയിടങ്ങളാണ്. ഈ വഴിയിലൂടെയൊക്കെ നടക്കുന്നതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഭയങ്കരമല്ലേ, ഭയങ്കര രസമല്ലേ. തോടിൻ്റെ സൈഡിലൂടെയുള്ള ഇങ്ങനെയുള്ള ചെറിയൊരു വഴിയിലൂടെയൊക്കെ നടന്നു പോകാമെന്ന് പറയുന്നത് കണ്ടോ. തോടിൻ്റെ സൈഡ് ചേർന്നിട്ടാണ് ഈ വഴി. വളരെ മനോഹരമാണ് കേട്ടോ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്. അത്രത്തോളം മനോഹരമായി തന്നെയാണ് ഇത് കാണാൻ പറ്റുന്നത്. നമ്മളൊന്ന് കുറച്ച് ദൂരം നടക്കുകയാണ് കേട്ടോ. അവിടെ വാഴക്കൃഷിയാണ് കാണാൻ പറ്റുന്നത് കേട്ടോ. വാഴത്തോപ്പാണ്. ഇപ്പോൾ വാഴ നട്ടിട്ടേ ഉള്ളൂ, പൊക്കം വെച്ച് തുടങ്ങിയിട്ടില്ല. കുഞ്ഞൻ വാഴകളാണ്. അതിൻ്റെ ഇടയിൽ തെങ്ങും തോപ്പും. എത്ര മനോഹരമായ കാഴ്ചയാണെന്ന് നോക്ക്. നെടിയാറ്റൂരിൻ്റെ ഒളിഞ്ഞു കിടക്കുന്ന സൗന്ദര്യങ്ങളിൽ ഒന്നാണ് ഈ മുക്കടായി തോടും ഇങ്ങനെയുള്ള ഈ പരിസര പ്രദേശങ്ങളൊക്കെ. അതല്ലേ, ഇവിടുന്ന് വെള്ളം ഒഴുകിയിട്ട് ഈ മുക്കടായി തോടിൽ വന്ന് ചാടുന്നു. ഞാൻ ഉടുമ്പിനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചതാണേ. കണ്ടില്ലേ, ഞാൻ ചെരുപ്പ് കൂരിയിട്ടിട്ടേ ശബ്ദം കേൾക്കാത്ത വിധത്തിൽ പതിയെ അനങ്ങാതെ നടന്ന് ആ ഒരു ഉടുമ്പിൻ്റെ അടുത്ത് ചെല്ലാൻ നോക്കിയതാണ്. പക്ഷേ എങ്ങനെയോ നമ്മുടെ ശബ്ദം ഉടുമ്പിന് മനസ്സിലാവുകയും അത് അപ്പുറത്തേക്ക് കാടിനുള്ളിലേക്ക് കയറി പോവുകയൊക്കെ ചെയ്തു. ക്യാമറയിൽ അത് എടുക്കാൻ കഴിയുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ സാധിച്ചില്ല, മിസ്സായിപ്പോയി. അതുകൊണ്ട് ഇവിടെ ഇങ്ങനത്തെ തരം പൂക്കളാണ് ഇപ്പോൾ നിരവധി ഉള്ളത് കേട്ടോ. ചെറിയ ചെറിയ പൂക്കൾ, നീലക്കുറിഞ്ഞൊന്നുമല്ല. ഇന്ന് രാവിലെ തന്നെ ഭയങ്കര മഴയൊക്കെ ആയിരുന്നു. പക്ഷേ മഴയത്തും ഒരു ആശ്വാസമായിട്ട് കുറച്ച് വെയിൽ കിട്ടിയപ്പോൾ അതൊരു വലിയൊരു അനുഗ്രഹമായിട്ട് മാറി. മലയാറ്റൂർ മലയോട് ചേർന്ന് കിടക്കുന്ന ഒരു അക്വാഡക്റ്റ് ആയതുകൊണ്ട് തന്നെ പ്രത്യേകം ഒരു ഭംഗിയാണ്. അക്വാഡക്റ്റുകൾ 2-3 ഈ മലയാറ്റൂർ ഭാഗത്ത് തന്നെയുണ്ട്. ഇടമലയാറ് ജലസേചന പദ്ധതിയുടെ ഭാഗമായിട്ട് ഇടമലയാറ് ഡാമിൽ നിന്ന് ഒഴുക്കിക്കൊണ്ടിരുന്ന വെള്ളമാണ് ഇവിടേക്ക് പോകുന്നത്. കൃഷി ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ്
ഈ കനാൽ വഴി വെള്ളം കൊണ്ടുപോകുന്നത്. മലയാറ്റൂർ താഴ്വാരം, അതായത് മലയാറ്റൂർ അടിവാരത്ത് വന്നതിന് ശേഷം മുകളിലേക്കുള്ള റോഡുണ്ടല്ലോ, ഗ്രോട്ടോടെ അടുത്തേക്ക് പോകുന്ന റോഡ്, മുകളിലേക്ക് ഇങ്ങനെ കയറി വരുമ്പോൾ റൈറ്റ് സൈഡിലേക്ക് ഒരു പോക്കറ്റ് റോഡ് ടാറിട്ടതിട്ട് കാണാം. അവിടെ ഈ ടോയ്ലറ്റ് സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് തൊട്ട് താഴെ നമുക്ക് കാണാനും സാധിക്കുമേ. അപ്പോൾ ഇങ്ങനെ ഈ വഴിയിലൂടെ വന്നിട്ടാണ് ഈ അക്വാഡക്റ്റിൻ്റെ ഈ ഒരു പരിസരത്തേക്ക് നമുക്ക് എത്താൻ സാധിക്കുക. താഴെ കുറച്ചധികം വീട്ടുകാർ താമസിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. കാടിനോട് ചേർന്ന് കിടക്കുന്ന ഇടമായതുകൊണ്ട് തന്നെ മൃഗശല്യങ്ങൾ, അതായത് പ്രത്യേകിച്ച് ആനയുടെ ശല്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ഈ ഒരു പരിസരവാസികൾക്കൊക്കെ. ഈ അക്വാഡക്റ്റ് വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരിക്കാൻ ഭയങ്കര രസമാണ്, ഭയങ്കര സുഖമാണ്. കാരണം വേറെ ഒന്നുമല്ല കേട്ടോ, നല്ല കാറ്റ് കിട്ടുന്നൊരു ഏരിയയാണ്. ഇത് എന്നതാണ്, ശംഖുപുഷ്പത്തിൻ്റെ വേറൊരു വർഷമാണ്. ശംഖുപുഷ്പം തന്നെയാണോ അത്? നോക്കിക്കേ, കാടുകളിലൊക്കെ ഈ സംഭവം ഒത്തിരി കാണാറുണ്ട്. കാട്ടു ശംഖുപുഷ്പമാണെന്ന് തോന്നുന്നു അല്ലേ.
ഇപ്പോൾ ഞാൻ എത്തിയിരിക്കുന്ന സ്ഥലം ഒരു പാടശേഖരമാണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നാണ് മലയാറ്റൂരിലെ ഈ ഒരു പാടശേഖരം. പന്തക്കൽ പാടശേഖരമാണ് ഇവിടെ ഏറ്റവും വലിയതായിട്ടുള്ള കൃഷിയിടം. അത് കഴിഞ്ഞാൽ ഇവിടെയാണുള്ളത്. ഇവിടെ എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ഈ പാടത്തിന് ഉള്ളിലൂടെ ഒരു തോട് ഒഴുകുന്നുണ്ട്. ആ തോട്ടിലെ വെള്ളമൊക്കെ ഒഴുകി പോകുന്നത് കാണാനും, പിന്നെ വൈകുന്നേരങ്ങളിൽ ഇവിടെ വന്നാൽ മീൻപിടുത്തക്കാരൊക്കെ കാണാൻ പറ്റും. ചൂണ്ടയിട്ടും അല്ലെങ്കിൽ തപ്പിപ്പിടിച്ചൊക്കെ മീൻ പിടിക്കുന്ന നല്ല നാടൻ മീൻപിടുത്ത കാഴ്ചകളൊക്കെ ഇവിടെ വന്നാൽ കാണാൻ പറ്റും. രാവിലത്തെ ആംബിയൻസൊക്കെ നോക്കൂ, എന്ത് രസമല്ലേ. അപ്പോൾ നമ്മൾ പാടവരമ്പിലൂടെ അതിരാവിലെ തന്നെ നടക്കുകയാണ് കേട്ടോ. അതിരാവിലെ തന്നെ നടക്കണേൻ്റെ ഈ പുല്ലിലൊക്കെ ചെറിയ ചെറിയ മഞ്ഞ് കണങ്ങളൊക്കെ പറ്റിയിരിക്കുന്ന ടൈം ആയതുകൊണ്ട് തന്നെ നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ കാലിലൊക്കെ വെള്ളം പറ്റിയിരിക്കും. തൊട്ടാവാടി ചെളിയിലൊക്കെ പൂഴി നടക്കുന്ന മീനുകൾ. ആഹാ, കൊള്ളാലോ. പുല്ലിലൊക്കെ കണ്ടില്ലേ, മഞ്ഞ് കണങ്ങളൊക്കെ പറ്റി പിടിച്ചിരിക്കണോ. ഇവിടെ മണ്ണ് തേച്ച് പിടിപ്പിച്ചിട്ടുള്ളത് ശരിക്കും നല്ല അടിപൊളി വരമ്പായിട്ട് മാറി എന്നുള്ളതാണ്. ഈ മണ്ണ് വരമ്പിലൂടെയൊക്കെ നടക്കാമെന്ന് പറയുന്നത് ഒരു സുഖമുള്ളൊരു പരിപാടിയാണ്, അതും രാവിലെ തന്നെ. കുറച്ച് തുളസി ചെടി വെച്ചാലുണ്ടോ വരമ്പത്ത്, കൊള്ളാമല്ലേ. ഈ തോടിൻ്റെ രണ്ട് വശങ്ങളിലുമുള്ള വരമ്പുകളിൽ നല്ല പൂക്കളൊക്കെ വിടരുന്ന ചെടികൾ വച്ചു പിടിപ്പിച്ചാൽ, വെന്തി പോലുള്ള ചെടികൾ, എന്തൊരു ഭംഗിയായിരിക്കും അല്ലേ. കണ്ടില്ലേ, മാവിന് താഴേക്കൂടെ പാടത്തിൻ്റെ സൈഡിലൂടെ ഒഴുകുന്ന തോടും. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാഴ്ച. പ്രത്യേകിച്ച് മലയാറ്റൂരിൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം ഞാൻ പറയുകയാണ്. ഈ ഫാം ടൂറിസത്തിന് വളരെയധികം സാധ്യതയുള്ള ഒരു നാടായിട്ട് എനിക്ക് മലയാറ്റൂർ തോന്നിയിട്ടുണ്ട്. മലയാറ്റൂരിലെ ഈ ഒരു പരിസര പ്രദേശങ്ങളെല്ലാം ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ മലയാറ്റൂർ നിരീശ്വരം പഞ്ചായത്ത് തീർത്ഥാടന കേന്ദ്രമായിട്ട് മാത്രമായിട്ട് ഒതുങ്ങരുത്. വിതയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് കൃഷിക്കാർ. ഇവിടെ എല്ലാം ഉഴുതു മറിച്ചിട്ടേക്കാണേ, പാടമെല്ലാം ഉഴുതു മറിച്ചിട്ടേക്കുക. കണ്ടോ, നിറച്ച് കുഞ്ഞു കിളികളാണ്. കണ്ടോ, ഇത് രസമല്ലേ.
അപ്പോൾ ഇന്നത്തെ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എൻ്റെ നാട്ടിൽ നിന്ന് തന്നെയുള്ള വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് പങ്കുവയ്ക്കുന്നത്. ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തിയിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തക്ക വിധത്തിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ. ലൈക്കുകളും ഷെയറുകളും കമൻറ്റുകളുമാണ് എനിക്ക് ആവശ്യം. അപ്പോൾ അടുത്ത കാഴ്ചകളായിട്ട് ഉടനെ വരാം കേട്ടോ. അപ്പോൾ ബൈ.